സ്നേഹമുള്ളവരെ, അസിസിയിലൂടെയുള്ള തീർത്ഥാടന യാത്ര നമുക്ക് ഒരുമിച്ച് തുടരാം. വിശുദ്ധ ഫ്രാൻസിസിനെ മനസ്സിലാക്കാതെ നമുക്ക് പോർച്ചുഗലിലെ ദണ്ഡ വിമോചനമോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതിനാൽ തന്നെ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാനസാന്തര ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിറയൗവനത്തിൽ പ്രഭുകുമാരനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ച് അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ യജമാനനെ സേവിക്കാനുള്ള വിളി കേട്ടുകൊണ്ട് അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. വീട്ടിൽ വന്ന് ഫ്രാൻസിസ് ഒച്ചപ്പാടുകളിൽ നിന്നൊക്കെ മാറി നിശബ്ദനായ പ്രാർത്ഥനയിലേക്ക് മാറുകയാണ്. ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് ഫ്രാൻസിസ് അങ്ങനെ വേവലാതിപ്പെട്ട് നടക്കുകയാണ്. അവിടുന്ന് ഫ്രാൻസിസ് റോമിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് പോകുന്നു. വിശുദ്ധ പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും കബറിടങ്ങളിൽ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അവിടുന്ന് പോരുമ്പോൾ ഭിക്ഷക്കാർ വിശുദ്ധ ഫ്രാൻസിസിന് ചുറ്റും കൂടുന്നു. തൻ്റെ കയ്യിലുള്ളതെല്ലാം ഫ്രാൻസിസ് കൊടുക്കുന്നു. മേൽക്കുപ്പായം പോലും അവർക്ക് ഒരുക്കൊടുത്തുകൊണ്ട് അവരിൽ ഒരുവനായി എളിമയിൽ നിന്ന് ഫ്രാൻസിസ് ആരംഭിക്കുക. അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് നടന്നവനായ നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് സുബാസിയോ വനത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്നു. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ പ്രാർത്ഥനയിൽ നിശബ്ദതയിൽ നിന്ന് പ്രാർത്ഥനയും പ്രാർത്ഥനയിൽ നിന്ന് സ്നേഹവും ഉടലെടുക്കുന്നത് പോലെ ഫ്രാൻസിസിലെ ദൈവസ്നേഹം നിറഞ്ഞു. എനിക്കിഷ്ടമല്ലായിരുന്ന കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു. അത് ക്രിസ്തുവായിട്ട് മാറുന്നത് ഫ്രാൻസിസ് അനുഭവിച്ചറിയുന്നു. ഇത് സാൻ റൂഫിനോ ചർച്ച്. ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ചെറിയ ഈ റൂമിൽ ഫ്രാൻസിസ് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളോളം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഫ്രാൻസിസ്. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഫ്രാൻസിസ് കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് പോകുന്നു. അവരെ ശുശ്രൂഷിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഫ്രാൻസിസ് പ്രാർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു ദേവാലയമാണ് ഇത് പൊളിച്ചു കിടന്നിരുന്ന സാന്താമിയാനോ ദേവാലയം. അവിടെ പോയിരുന്ന ഫ്രാൻസിസ് ഒത്തിരി നേരം പ്രാർത്ഥിക്കുമായിരുന്നു. സമയം ദിവസങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ഫ്രാൻസിസ് അവിടെ ഇരുന്ന് നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്: Most high, glorious God, enlighten the darkness of my heart. Give me a right faith, firm hope, and perfect charity, so that I may carry out your true and holy will. ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമ്പോൾ സാന്താമിയാനോ ദേവാലയത്തിലെ കുരിശിൽ നിന്ന് ഈശോയുടെ സ്വരം കേൾക്കുകയാണ്: എൻ്റെ ആലയം പുതുക്കി പണിയുക. അങ്ങനെ ആലയം പുതുക്കി പണിയുവാനായിട്ട് ഫ്രാൻസിസ് തൻ്റെ കുതിരയും തനിക്കുള്ളതെല്ലാം വിറ്റ് അപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ എടുത്തുകൊണ്ട് ആ ദേവാലയത്തിലെ വൈദികൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പുനരുദ്ധരിക്കാൻ പറയുകയും അപ്പനും മകനും തമ്മിലുള്ള കൺഫ്യൂഷൻ അറിയാത്തത് കൊണ്ട് വൈദികൻ അത് സ്വീകരിക്കുന്നില്ല. പിന്നീട് പീറ്റർ ബെർണാദൻ ഇതാ പുറകെ വരുന്നു. അങ്ങനെ ഫ്രാൻസിസിനെ കൊണ്ടുപോയി തൻ്റെ വീട്ടിലെ ഒരു റൂമിൽ ഫ്രാൻസിസിനെ പൂട്ടിയിടുകയാണ്. അവിടെ ഇരുന്ന് ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നു. അമ്മ പീക്ക ഫ്രാൻസിസിനെ തുറന്നു വിടുന്നു. വീണ്ടും ഫ്രാൻസിസ് പാവപ്പെട്ടവരെ സേവിക്കുവാനായിട്ട് തൻ്റെ അപ്പൻ്റെ കടയിൽ നിന്നുള്ള തുണികളൊക്കെ എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതാ മറ്റൊരു ദിവസം ഫ്രാൻസിസ് ആ കടയിൽ നിന്ന് തുണികളൊക്കെ എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ നിയമാധിപരുടെ മുന്നിലേക്ക് ഫ്രാൻസിസിനെ അപ്പം കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഫ്രാൻസിസിനെ അസീസിയിലെ മെത്രാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ആ ദേവാലയം. ഇന്നിത് ബ്ലെസഡ് കാർലോ അക്വിറ്റസിൻ്റെ ശരീരം വെച്ചിരിക്കുന്ന ദേവാലയമാണ്. അന്ന് അസീസിയിലെ മെത്രാൻ്റെ മുന്നിലേക്ക് ഫ്രാൻസിസിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പീറ്റർ ബെർണാദൻ പറഞ്ഞു: ഇനി എനിക്കിങ്ങനെ ഒരു മകൻ വേണ്ട. ഇവൻ എൻ്റെ എല്ലാം നശിപ്പിക്കുന്നു. ഇവൻ എടുത്തുകൊണ്ടുപോയതെല്ലാം എനിക്ക് തിരികെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ തൻ്റെ ഉടുവസ്ത്രങ്ങളെല്ലാം അഴിച്ച് ഇത് അപ്പൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത്, ഇനി അപ്പനുമായിട്ടൊരു ബന്ധവുമില്ല, എൻ്റെ അപ്പൻ ഇനി സ്വർഗസ്ഥനായ പിതാവാണെന്ന് പറഞ്ഞ് എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് പുതുജന്മം പ്രാപിക്കുകയാണ്. അവിടെ കിടന്നിരുന്നൊരു ജോലിക്കാരൻ്റെ വസ്ത്രം എടുത്ത് ഫ്രാൻസിസിന് കൊടുക്കുന്നു. അതിട്ടുകൊണ്ട് ആദ്യത്തെ ഫ്രാൻസിസ്കൻ സന്യാസി ലോകത്തിലേക്ക് പിറവി കൊള്ളുകയാണ്. പിന്നീടുള്ള 2-3 മാസങ്ങൾ ഫ്രാൻസിസ് സുബാസിയോ വനത്തിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലൊക്കെയായി അവിടെ നിന്ന് ഭിക്ഷയാചിച്ചൊക്കെയായിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് സാന്താമിയാനോ ദേവാലയം പുതുക്കി പണിയുന്നു.
1208 ആ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അസിസിയിലെ ഏറ്റവും താഴ്വാരത്തുള്ള പോർച്ചുഗലയിലേക്ക് ഫ്രാൻസിസ് വരിക. ഇതാണ് പോർച്ചുഗല. പോർച്ചുഗല എന്ന വാക്കിൻ്റെ അർത്ഥം ലിറ്റിൽ പ്ലേസ്, ചെറിയ സ്ഥലമെന്നാണ്. ഇന്നിത് വലിയ ഒരു ദേവാലയമാണ്. ഫ്രാൻസിസ് പണിത പള്ളി നമുക്കിതിനകത്ത് ചെറിയൊരു പള്ളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ പേര് സാന്ത മരിയ ദെല്ലി ആഞ്ചലി, പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ്. മലകന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിശുദ്ധ ഫ്രാൻസിസ് പണിത മനോഹരമായ ആ ചെറിയ പള്ളി, ഫ്രാൻസിസ് പണിത പള്ളികളിലെ ഏറ്റവും ചെറിയ പള്ളിയാണ് പോർച്ചുഗല ദേവാലയം. ഫ്രാൻസിസ് ഈ ദേവാലയം പണിയുന്നത് അസിസിയിലെ തെരുവീഥികളിലൂടെ, വീടുകളിലൂടെ നടന്ന് 1 കല്ല് തരുന്നവന് 1 അനുഗ്രഹം, 2 കല്ല് തരുന്നവന് 2 അനുഗ്രഹം, 3 കല്ല് തരുന്നവന് 3 അനുഗ്രഹം ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ച് മേടിച്ചാണ് ഈ ദേവാലയം പണിയുന്നത്. അസിസിയിലെ ധനികനായിരുന്ന ബെർണാദോ കുൻഡവാലെ എന്ന ഒരു വ്യക്തി ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസ് പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം ഈശോയെ അനുഗമിച്ചു കൊള്ളുക. ബെർണാദോ കുൻഡവാലെ തനിക്കുള്ള സമ്പാദ്യമെല്ലാം വിറ്റ്, ധനികനായ മനുഷ്യനെല്ലാം വിറ്റുകൊണ്ട് ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുകയാണ്. പിന്നീട് പീറ്റർ കത്താനി, ജൈൽസ്, ഫിലിപ്പ്, അങ്ങനെ ഒത്തിരി പേര് ഫ്രാൻസിസിൻ്റെ കൂടെ ചേരുന്നു. അവരൊരുമിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ ഫ്രാൻസിസ്കൻ ജീവിതം അങ്ങനെ ആരംഭിക്കും. ഇതാണ് ഫ്രാൻസിസ്കൻ സന്യാസം പിറവികൊണ്ട ആശ്രമം, വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ച ആശ്രമം. ഇത് ആദ്യത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ ചെറിയൊരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത, ഇവിടെ പലതരം റോസുകളുണ്ട്, അതിലൊന്നിനും മുള്ളില്ല. കാരണം പറയുക, വിശുദ്ധ ഫ്രാൻസിസിന് ഒരിക്കൽ പ്രലോഭനമുണ്ടായപ്പോൾ മുള്ളുകളുള്ള ഈ റോസയ്ക്കിടയിൽ കിടന്ന് ഉരുണ്ടു. അന്നു മുതൽ ഈ റോസുകൾക്കൊന്നും മുള്ളുകളില്ല. ഇത് ഫ്രാൻസിസ്കൻ സന്യാസം ജനിച്ച് വളർന്ന, ഫ്രാൻസിസ്കൻ സന്യാസത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന പോർച്ചുഗല ആശ്രമം. ഇവിടെ ഒത്തിരി സന്യാസികൾ, ഫ്രാൻസിസ്കൻ സന്യാസികൾ ജീവിച്ചിരുന്നു. ഇന്നും ഒത്തിരി പേര് ജീവിക്കുന്നു. ദൈവസ്നേഹത്താൽ കത്തിജ്വലിച്ച വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം ഒത്തിരി നമുക്ക് പറയാനും പഠിക്കാനും ഉണ്ട്. എന്നാൽ പോർച്ചുഗല ദണ്ഡവിമോചനം നമുക്ക് കാണേണ്ടതുകൊണ്ട് അത് പിന്നീടാകാം. വിശുദ്ധ ഫ്രാൻസിസ് ജീവിച്ച് മരിച്ചത് ഇവിടെ വെച്ചാണ്. സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് പോർച്ചുഗല ദണ്ഡവിമോചനം എന്താണെന്ന് മനസ്സിലാക്കാം. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണിത്. ഗ്രേറ്റ് പാർഡൻ ഓഫ് അസിസി എന്നും ഇത് അറിയപ്പെടുന്നു. 1216 ഒരു ദിവസം രാത്രിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ദൈവ തിരുമുമ്പിൽ പ്രാർത്ഥനാനിരതനായിരിക്കുകയായിരുന്നു. പാപമൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി, കരുണയും നീതിയും മറന്ന് നാശത്തിലേക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടി ഫ്രാൻസിസ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, വേഗം പോർച്ചുഗലയിലെ മാലാഖമാരുടെ രാജ്ഞിയുടെ കൊച്ചു ദേവാലയത്തിലേക്ക് ചെല്ലുക. അവിടെ ഈശോയും മാതാവും തങ്ങളെ കാത്തിരിപ്പുണ്ട്. ഫ്രാൻസിസ് ഇവിടെ എത്തിയപ്പോൾ ഈശോയെയും മാതാവിനെയും മാലാഖ വൃന്ദങ്ങളോടൊപ്പം കണ്ടു. മനുഷ്യ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയോട് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ പാപകടങ്ങളിൽ നിന്ന് മോചിതരായിരിക്കുവാനും നന്മയിലും വിശുദ്ധിയിലും ജീവിച്ച് സ്വർഗത്തിൽ ഇടം കിട്ടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോ ആ പ്രാർത്ഥന കേട്ട് മാർപ്പാപ്പയിൽ നിന്ന് അനുവാദം മേടിക്കുക, ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ പെറൂജിയിൽ സന്ദർശനത്തിലായിരുന്ന ഒണോരിയസ് മൂന്നാമൻ മാർപ്പാപ്പയെ ചെന്ന് കണ്ട് ഫ്രാൻസിസ് തനിക്കുണ്ടായ ദർശനം വിവരിച്ചു. അങ്ങനെ അന്നുവരെ ഭാഗികമായ ദണ്ഡവിമോചനം കൊടുത്തിരുന്ന മാർപ്പാപ്പ എത്ര വർഷത്തേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പിതാവേ, എല്ലാ വർഷവും വേണം. അങ്ങനെ അന്നു മുതൽ ഓഗസ്റ്റ് 2 പോർച്ചുഗലയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നീട് അത്
മാർപ്പാപ്പമാർ പുനരംഗീകരിക്കുകയും 1481 സിക്സ്റ്റസ് നാലാമൻ മാർപ്പാപ്പ അത് എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. 1967 പോൾ ആറാമൻ മാർപ്പാപ്പ വീണ്ടും അത് പുനരംഗീകരിക്കുകയും ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിൽ ഓഗസ്റ്റ് 2 വന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, എന്താണ് പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ പാപത്തിനും അതിൻ്റെതായ ശിക്ഷയുണ്ട്. താൽക്കാലിക ശിക്ഷയുണ്ട്, നിത്യമായ ശിക്ഷയുണ്ട്. നിത്യമായ ശിക്ഷയിൽ നിന്ന് ഈശോ തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന തൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത്, തൻ്റെ ജീവൻ്റെ വില കൊടുത്ത് നിത്യശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ താൽക്കാലികമായ ശിക്ഷ, അത് ഓരോ പാപത്തിൻ്റെയും ശിക്ഷയ്ക്ക് നമ്മൾ പരിഹാരം അനുഷ്ഠിച്ചേ മതിയാവൂ. ഈ ലോകത്തിലെ പരിഹാരം അനുഷ്ഠിച്ചില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പരിഹാരം അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ആ ശിക്ഷയിൽ നിന്നുള്ള ഇളവാണ് ഈ ദണ്ഡവിമോചനത്തിലൂടെ നമുക്ക് ലഭിക്കുക. അത് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെയും വിശുദ്ധരുടെയും ജീവിതം വഴി ലഭിച്ച സഭയിൽ ഉള്ള വിശുദ്ധിയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നൽകുന്നതാണ് ഈ ഇളവ്. പ്രാർത്ഥനയിലൂടെ ഓഗസ്റ്റ് 2 ഏതെങ്കിലും ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിത്വ സ്തുതിയും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ പോർച്ചുഗല ദണ്ഡ വിമോചനം പ്രാപിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.